ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഇതിൽ ഒരു ദിവസത്തിൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോവല്ലേ. അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ ടീ ബാഗ്സ് ഒക്കെ വെക്കുന്ന ഈ ഒരു ബോക്സിലേക്ക് കുറച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു പാക്കറ്റ് വാങ്ങിച്ചതൊന്ന് റീസ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇതിലിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാൻ എളുപ്പമാട്ടാ. മറ്റേ പോലെ ഇങ്ങനെ കവർ പൊട്ടിച്ചിട്ട് എടുക്കുക അങ്ങനെയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാനിതിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ എന്താ പറയുക, ഡെയിലി എടുക്കേണ്ടതാട്ടാ. ഈ ഒരു ബോക്സ് ഞാൻ ഡെയിലി എടുക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ എനിക്ക് എളുപ്പമാണല്ലോ. പിന്നെ കുറച്ച് പിക്കിള് ഉണ്ടാക്കാനുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ തന്നെ നാരങ്ങേൻ്റെ അച്ചാറും മാങ്ങേൻ്റെ അച്ചാറും ഇത് രണ്ടാട്ടാ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം കുറച്ച് നാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തീർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അരിയും എന്താ പറയുക മുളകും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ ഡെയിലി എടുക്കേണ്ടത്, അത് ചിലതൊക്കെ തീർന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പോൾ ഫില്ല് ചെയ്ത് വെക്കുന്നത് ഷോർട്ട് ഗ്രെയിൻ റൈസ് ആണ്. നമ്മുടെ ജാപ്പനീസ് സ്റ്റിക്കി റൈസ് എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ ജാപ്പനീസ് റെസിപ്പീസ് ഉണ്ടാക്കലുണ്ട്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു റൈസിൽ തന്നെ നമ്മുടെ മറ്റേ റൈസിനെ മട്ടേരി അങ്ങനത്തേക്ക് ഇല്ലേ അതിനെക്കാട്ടിലൊക്കെ എൻ്റെ മോൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു സ്റ്റിക്കി റൈസ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുഴപ്പമില്ല, ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നാരങ്ങയെല്ലാം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് എല്ലാം ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴേക്ക് ഇനിയൊന്ന് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ആദ്യം കട്ടിംഗ് ബോർഡിൽ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ജ്യൂസില്ലേ അതെല്ലാം ഇങ്ങനെ പോവാണ് പുറത്തേക്ക്. ശരിക്കും ആ ഒരു ജ്യൂസ് ഉണ്ടെങ്കിലാണല്ലോ നല്ലത്. അപ്പോൾ ഞാനൊരു ഇതെടുത്തിട്ട് സിസർ എടുത്തിട്ട് അത് ഇതിലേക്ക്, അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ജ്യൂസ് ആ പാത്രത്തിലേക്ക് തന്നെ വീഴുമല്ലോ, മെസ്സപ്പ് ആവുകയില്ല. മറ്റേത് മൊത്തത്തിൽ കട്ടിംഗ് ബോർഡിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിട്ട് അവിടെയൊക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പും പിന്നെ കായത്തിൻ്റെ പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കൂട്ടാ. നാരങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് റെസിപ്പീസിലേക്ക് വേണ്ടിയിട്ടും അതുപോലെ ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യുക. ഇതിപ്പോൾ മാംഗോ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മുളക് പൊടിയും ഉലുവേൻ്റെ പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കായം ഇങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുക. മറ്റേ എന്താ പറയുക, നാരങ്ങയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ കുക്ക് ചെയ്തെടുക്കില്ലേ, എല്ലാം ചൂടാക്കിയിട്ട് അങ്ങനത്തെ ചൂടാക്കി എടുക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ആ ഒരു മാങ്ങേൻ്റെ ആ ഒരു ഇതൊക്കെ എന്തോ എനിക്ക് പോണ പോലെ തോന്നിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഞാനിങ്ങനെയായിട്ടാ ചെയ്യാം. ഇനിയിപ്പോൾ ഈ അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പുറത്തേക്ക് പോകാനുണ്ട്. ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ. കാര്യം എല്ലാത്തിനും കൂടി എനിക്ക് സമയം കിട്ടില്ല. പുറത്ത് പോയിട്ട് 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ലഞ്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് ലേറ്റായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ വന്നിട്ട് കടുകൊക്കെ പൊട്ടിച്ചെടുത്താൽ മതിയല്ലോ.
വേറെ 1-2 ആവശ്യങ്ങൾക്ക് പുറത്ത് വന്നിട്ടുള്ളതെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഈ ഒരു ഷോപ്പ് കണ്ടപ്പം ഒന്ന് കയറിയതായിരുന്നു. വേറെ ഒന്നിനല്ല, അതാ ഈ ഒരു ടീ കപ്പ് കണ്ടില്ലേ, കോഫി മഗ് അങ്ങനെയായിട്ടും യൂസ് ചെയ്യാം. ഇത് വാങ്ങിക്കാനായിട്ട് ഞാൻ കയറിയത് കേട്ടോ. കാര്യം ഇത് ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ, ബാക്കി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇല്ല, വേറെ സ്റ്റോക്ക് അവരുടെ അടുത്ത് ഇല്ല അത്ര. ആ ഡിസ്പ്ലേ പീസ് എടുത്തിട്ട് വരാനായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പുതിയതായിട്ട് വാങ്ങിക്കുമ്പം അത് ഇങ്ങനെ കുറേ നാളായിട്ടൊക്കെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടാവുന്നല്ലേ, ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ടാവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് വീണ്ടും അച്ചാറിൻ്റെ പണിയിൽ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നാരങ്ങാച്ചാർ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഞാനൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കടുകിട്ട് പൊട്ടിച്ചിട്ട് വേപ്പിലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. മുളക് പൊടി, എന്താ പറയുക, മഞ്ഞൾപ്പൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ. പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങയില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് നേരത്തെ ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, അതും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂവും ഏലക്കയും പിന്നെ കുറച്ച് ഉലുവയും കൂടിയിട്ട് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ. നല്ല അടിപൊളി പിക്കിളാട്ടോ ഇത്. ഞാൻ മുമ്പ് ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. നല്ല രസമാട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ചൂടാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തണുത്തിട്ട് കുപ്പിയിലേക്ക് ആക്കി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അച്ചാറൊക്കെ റെഡി ആയപ്പോഴേക്കും അത് ഞാൻ കുപ്പിയിലേക്ക് ആക്കുകയാണ്. ഈ മാങ്ങേൻ്റെ അച്ചാർ ഞാൻ ഇതിനിടയ്ക്ക് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് നല്ലെണ്ണയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് മാങ്ങ ആ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഞാൻ ചൂടാക്കി എടുക്കലില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് പിക്കിൾ ഉണ്ടാക്കണത് കേട്ടോ. കേടായി പോകുന്നില്ല. ഇതിപ്പോൾ ഇല്ലേ വൈകിട്ടത്തേക്കല്ല ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കുകയാണ്. വെള്ളപ്പം ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരും കേട്ടോ. ഇവിടെ ഒത്തിരി പേരൊന്നുമില്ല, 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കുക. ഇതിപ്പോൾ ഒരു ഉച്ചയ്ക്കൊരു 4 മണിയെല്ലാം ആയിട്ട്, ഉച്ചയ്ക്കല്ല വൈകുന്നേരം ഒരു 4 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു മാവൊക്കെ റെഡിയാക്കി വെക്കുന്ന ഈ ഒരു സമയത്ത് കുഴപ്പമില്ല. ഇത് ഒരു 2 മണിക്കൂറെല്ലാം 3 മണിക്കൂറെല്ലാം കൊണ്ട് പൊങ്ങി വരും. ഇതിപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള ചിക്കനിലേക്ക് മസാലയൊക്കെ തേച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സെയിം റെസിപ്പി തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ബീഫ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക്. ഇനിയിപ്പം ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്ന റെസിപ്പീസും മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അങ്ങനെ പ്രത്യേകതകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം അതിൽ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇല്ലേ ഞാൻ വെള്ളപ്പവും ബീഫ് കറി ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വെറുതെ വരുന്നതാ, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് വരലുണ്ട്. അപ്പം അങ്ങനെ വരുന്നതാട്ടാ. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഫ്രണ്ടൊക്കെ വരുന്നതല്ലേ, ഒരു ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കിയേക്കാമെന്ന്. അങ്ങനെയാട്ടാ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ സാധാരണയായിട്ടല്ല ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ബീഫ് കറിയും വെള്ളപ്പമായിരുന്നു. അപ്പോൾ എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വച്ചിട്ടുണ്ട്. അതിനുശേഷം വെള്ളപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആക്കിയതൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയില്ലേ അതൊന്ന് വറുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടില്ല, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യണതാണ്. നല്ല ടേസ്റ്റ് ആട്ടാ ഇങ്ങനെ കഴിക്കുമ്പോൾ. ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ വരാനായിട്ട് ഇനി ഒരു അരമണിക്കൂറെല്ലാം എടുക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് റെഡിയാക്കി തോല് കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചോപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരാഴ്ചത്തേക്കെല്ലാം വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്ത് വെക്കലുണ്ട്. അതുപോലെ തന്നെ പേസ്റ്റ് ആക്കി വെക്കലുണ്ട്. പേസ്റ്റ് ആക്കി വെച്ചത് എൻ്റെ ഇതിൽ ഓൾറെഡി ഉണ്ട്, തീർന്നിട്ടില്ല. പക്ഷേ ചോപ്പ് ചെയ്ത് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാൻ. നമ്മുടെ എല്ലാ റെസിപ്പീസിനും ഇത് ആവശ്യമാണല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റില്ലേ, ഇല്ലെങ്കിൽ അന്നേരം അത് തോല് കളയാൻ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കണ്ടേ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ചെയ്ത് വെക്കലുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ചോപ്പ് ചെയ്തതിന് ശേഷം ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചു. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. അത് പിന്നെന്താ പറയുക, കുറച്ച് വീഡിയോ ഇടാനായിട്ട് ഞാൻ കുറേ അധികം ലേറ്റ് ആവുന്നുണ്ടെന്ന് അറിയാം. കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് തിരക്കായി പോണത് കൊണ്ടാട്ടോ അങ്ങനെ. ഈ വർഷം പുതിയ വർഷത്തിലെങ്കിലും വീഡിയോസ് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പോൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ബിഗ് താങ്ക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വീണ്ടും വരാം. താങ്ക് യു, ബൈ.